ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോട്ട് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ യെസ്റ്റർഡേ നൈറ്റ് നിങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് ചിന്തിക്കുന്നു. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് എന്നത്തെയും പോലെ തന്നെ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാൻ നോക്കുക. എങ്ങനെ പ്രാർത്ഥിക്കേണ്ടേ? രണ്ട് കൈകളും ചേർത്ത് വെച്ചിട്ട്, യൂണിവേഴ്സ് പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്കും എൻ്റെ പേഴ്സണും അട്രാക്റ്റ് ആക്കി തരണം. നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്തകളും എനിക്കും എൻ്റെ പേഴ്സണും ആവശ്യമില്ല. ഞങ്ങൾക്ക് എന്താ ആവശ്യം? പോസിറ്റീവിനെ മാത്രമാണ്. ഞങ്ങൾക്ക് ചുറ്റുപാടും ഒത്തിരി എനർജീസ് നെഗറ്റീവായിട്ടുള്ളതുണ്ട്, അതൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. പോസിറ്റീവിനെ മാത്രം ഞങ്ങൾക്ക് തന്നാൽ മതി യൂണിവേഴ്സ് എന്ന് പ്രാർത്ഥിക്കുക. ഈ റീഡിംഗ് എന്ന് പറയുന്നത് ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാല്യൂഡ് ആയിട്ട് വരുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഈ രാവിലെ തന്നെ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത്? പോയല്ലോ. ആദ്യത്തെ കാർഡ് എന്ന് പറയുമ്പോൾ 3 ഓഫ് സോർട്സ് കാർഡാണ്. ഒത്തിരി ഹാർട്ടിന് അത്രമേൽ പെയിനുള്ളൊരു പേഴ്സൻ്റെ എനർജി. നിങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കണം കഴിഞ്ഞ ദിവസം നിങ്ങളെക്കുറിച്ച് ഒത്തിരി ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. അത്രമേൽ പെയിൻ ഉണ്ട്. ആരോടും പറയാൻ പറ്റില്ല, ആരുടെ ഇത് എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റില്ല മറ്റുള്ളവർക്ക്. അവർ മറ്റുള്ളവരുടെ മുന്നിൽ ചിരിച്ചൊക്കെ ഇരിക്കുന്നുണ്ടാവാം, അവരെ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്ത് പോകുന്നുണ്ടാവാം. എന്നാൽ അവരൊറ്റയ്ക്ക് ഇരിക്കുന്ന ആ സമയം എന്ന് പറയുന്നത് രാത്രി കാലങ്ങളിലാണ് അല്ലേ? എല്ലാ തിരക്കിൽ നിന്നും ഒന്ന് മാറി നിൽക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് രാത്രിയിലാണ്. അപ്പോൾ നിങ്ങളെക്കുറിച്ച്, നിങ്ങൾക്ക് ചെയ്ത ദ്രോഹത്തെ കുറിച്ച് ആലോചിച്ചിട്ട് അവരൊത്തിരി വേദനിക്കുന്നു. നിങ്ങൾ അനുഭവിച്ചതിൻ്റെ 100 ഇരട്ടി എന്ന് പറയാം. ആ പെയിൻ അവരെ ഇന്ന് അനുഭവിക്കുന്നു. അവർക്കത് ആരോടും പറയാൻ പറ്റില്ല. താൻ തെറ്റ് ചെയ്തു എന്ന് അവർ തിരിച്ചറിയുന്ന ആ നിമിഷത്തിലാണ് അവർക്ക് ഇത്രയും വേദന ഉണ്ടാകുന്നത്. അവര് പ്രാർത്ഥിക്കുന്നുണ്ട് യൂണിവേഴ്സിനോട്, മാനിഫെസ്റ്റ് ഒക്കെ ചെയ്യുന്നതായിട്ടാണ് അടുത്ത കാർഡ് കാണിക്കുന്നത്. ക്യൂൻ ഓഫ് കപ്സ് കാർഡാണ്. എന്താണ് അവര് പ്രാർത്ഥിക്കുകയാണ്? യൂണിവേഴ്സ്, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ പേഴ്സണോട്. ഞാനും ആ വ്യക്തിയും തമ്മിൽ ഒത്തിരി കാര്യങ്ങളിൽ കലഹിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാക്കാനും അവർ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു സിറ്റുവേഷനിലൂടെ ഞങ്ങൾ കടന്നുപോയിട്ടുണ്ട്. ഒന്നും പറയാതെ ഞാൻ അവരിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. ഇന്ന് ഞാനും ആ പേഴ്സണും തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ വളരെ മിതമായിട്ട് മാത്രമേ ഞങ്ങൾ സംസാരിക്കുന്നുള്ളൂ. അതെല്ലാം എൻ്റെ പേഴ്സണെ ഹേർട്ട് ചെയ്തതായിട്ട് എനിക്കിപ്പോൾ മനസ്സിലാവുകയാണ്. അവർ എത്രത്തോളം പെയിൻ അനുഭവിച്ചു എന്ന് എനിക്ക് മനസ്സിലാവുകയാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത് യൂണിവേഴ്സ് എന്ന് അവർ യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. രാത്രിയിൽ നിങ്ങളുടെ പേഴ്സൺ ദൈവത്തോട്, നിങ്ങൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ഏത് ദൈവമായിക്കോട്ടെ, ആ വിശ്വാസം അത്രമേൽ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് എങ്ങനെ വരാം, എങ്ങനെയാണ് അതേ ഒരു പോസിബിലിറ്റി കാണിച്ചു തരിക, യൂണിവേഴ്സ് അതിന് ബ്ലെസ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ക്യൂൻ ഓഫ് കപ്സ് കാർഡ്. ഒത്തിരി മാനിഫെസ്റ്റ് ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ? അവര് അത്രമേൽ വേദനിച്ചിട്ട് ചുറ്റുപാടുമുള്ളവരിൽ അവരെ അറിയിക്കുന്നില്ല അവരുടെ വേദന. നിങ്ങൾ അനുഭവിച്ച വേദനയാണ് 4 ഓഫ് സോർഡ് കാർഡ് കാണിക്കുന്നത്. ആ വേദന, നിങ്ങൾ ഒറ്റപ്പെട്ട് റൂമിലൊക്കെ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിരുന്ന ആ നിമിഷം ഉണ്ടല്ലോ, അതിൻ്റെ ഇരട്ടി വേദനയാണ് അവരിന്ന് അനുഭവിക്കുന്നത്. നിങ്ങൾ ആരോടും പറയാതെ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിരുന്ന നിമിഷം ഉണ്ടല്ലോ, അത് യൂണിവേഴ്സ് കണ്ടിരുന്നു. നിങ്ങൾ ഒറ്റപ്പെട്ടിരുന്ന ആ സാഹചര്യത്തിൽ, ആരോടൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലിരുന്ന ആ സാഹചര്യത്തെ യൂണിവേഴ്സ് കണ്ടിരുന്നു. അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി എന്ന് പറയില്ലേ, അത്രയും പെയിൻ അവർക്ക് യൂണിവേഴ്സ് ഇപ്പോൾ തിരിച്ചടിയായിട്ട് കൊടുക്കുന്നുണ്ട്. അവർ അത്രമേൽ വിഷമിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ കാർഡ്സ് കാണിക്കുന്നത്. നിങ്ങൾ വിഷമിച്ചിരുന്നേക്കാളും ഇരട്ടി. മനസ്സിലാവുന്നുണ്ടോ? കഴിഞ്ഞ രാത്രിയിൽ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ എന്തോ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തതായിട്ടാണ് കാണിക്കുന്നത്. ചെറിയൊരു പാർട്ടി അവർ അറ്റൻഡ് ചെയ്ത ആ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ആ ഒരു പാർട്ടിയിലായിരിക്കണം നിങ്ങളെക്കുറിച്ച് കൂടുതൽ അവർക്ക് ഓർമ്മ വന്നിട്ടുണ്ടാവുക. നിങ്ങളും അവരും തമ്മിൽ പോയ സ്ഥലമായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളും അവരും ആഗ്രഹിച്ചിരുന്ന സ്ഥലമായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഒന്ന് സംസാരിക്കുന്ന ആ ഒരു മൊമെൻറ്റിലായിരിക്കണം നിങ്ങളെക്കുറിച്ചുള്ള ഒരു ടോക്ക് അവിടെ വന്നത്. അപ്പോൾ അവർക്ക് അത് മനസ്സിൽ കിടക്കുന്നുണ്ട്, ഇത് ആരോടും പറയാൻ പറ്റില്ല. അവർ തിരിച്ച് അവരുടെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സ്പേസിലെത്തിയപ്പോൾ
എല്ലാ തിരക്കിൽ നിന്നും മാറിയിട്ട് രാത്രിയിൽ അവരുടെ റൂമിലായിരിക്കണം എത്തിയപ്പോഴാണ് അവർക്ക് ഇതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക വേദന മനസ്സിലാവുന്നത്. അപ്പോഴായിരിക്കണം അവര് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഒത്തിരി സങ്കടപ്പെട്ടതായിട്ട് ഇവിടെ യൂണിവേഴ്സ് കാണിക്കുന്നത്. അവർക്ക് ഒത്തിരി കൺഫ്യൂഷനുള്ള എനർജിയാണ് കാണിക്കുന്നത്. 7 ഓഫ് കപ്സ് കാർഡ്, അവരൊത്തിരി കൺഫ്യൂഷനിലാണ് ഇരിക്കുന്നത്. 7 കപ്സ് അവർ മുന്നിൽ വെച്ചിട്ടുണ്ട്. 7 കാര്യങ്ങൾ അവർക്ക് ചെയ്തു തീർക്കാനുണ്ട്. അതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളോട് മാപ്പ് പറയുക എന്ന് തന്നെയാണ്. നിങ്ങളോട് സോറി പറഞ്ഞ് നിങ്ങളിലേക്ക് വരണം. പിന്നെയുള്ള കുടുംബമാവാം, കരിയർ ആയിരിക്കാം, സുഹൃത്തുക്കളുമായി ബന്ധങ്ങളായിരിക്കാം. അങ്ങനെ 7 കാര്യങ്ങളിൽ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളാണ്. അപ്പൊ നിങ്ങളിലേക്ക് ആണോ ആദ്യം ചെല്ലേണ്ടത്, അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങളിലേക്കാണോ ആദ്യം പോകേണ്ടത് എന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു പേഴ്സൺ ആയിരുന്നു നിങ്ങളുടെ വ്യക്തി. മനസ്സിലായോ? അതിൽ നിന്നെല്ലാം അവരിപ്പോൾ ചൂസ് ചെയ്യാണ് നിങ്ങളിലേക്കാണ് ആദ്യം വരേണ്ടത്, നിങ്ങളെയാണ് കൺവിൻസ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരേണ്ടതെന്ന് അവർ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആദ്യം പ്രിഫറൻസ് കൊടുക്കുന്നത് നിങ്ങളിലേക്ക് വരിക എന്ന് തന്നെയാണ്. ബാക്കി 6 കാര്യങ്ങൾ അവർ മാറ്റി വെച്ചിട്ടാണ് നിങ്ങളിലേക്ക് വരുന്നത്. ആ കാര്യങ്ങൾ നടത്തണമെന്ന ആഗ്രഹത്തോടു കൂടിയുള്ള ഒരു പേഴ്സണാണ്. എന്നാൽ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കൈ ചേർന്ന് പിടിച്ച് ഒരുമിച്ച് നിങ്ങൾ മൂവ് ചെയ്യുകയാണെങ്കിൽ, ഫ്യൂച്ചറിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെയുള്ള 6 കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് അവർ കരുതുന്നു. അടുത്ത കാർഡ് എന്ന് പറയുന്നത് എന്താണ്? ചാരിയറ്റാണ്. നിങ്ങളിലേക്ക് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ വരുന്നത്. ആ ഒരു തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് മനസ്സിലാവുന്നുണ്ടോ? ഇത്തിരി സമയമെടുത്താലും വരുന്നേ. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് നടക്കുക. നിങ്ങളെ തന്നെ എൻജോയ് ചെയ്യുക. നിങ്ങളുടെ കാര്യങ്ങൾ എൻജോയ് ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുമ്പോൾ അതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്, ഇല്ലല്ലോ? ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇരിക്കുമ്പോഴായിരിക്കും നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയത്, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കിയത്, അതിനനുസരിച്ച് നിങ്ങൾ ഫ്യൂച്ചറിനെ കണ്ടുകൊണ്ടിരുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ആ ഒരു സമയത്ത് നിങ്ങളെ അന്വേഷിച്ചിരുന്നില്ല, നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞിരുന്നില്ല. ആ പേഴ്സൻ്റെ ഇഷ്ടങ്ങൾക്കായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത്, അല്ലേ? എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് നോക്കൂ. നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യങ്ങൾക്കല്ലേ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. എന്നാൽ യൂണിവേഴ്സ് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ മാത്രം സ്വീകരിച്ചാൽ മതിയോ, സ്നേഹിച്ചാൽ മതിയോ, ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതിയോ? നിങ്ങൾക്കും കൂടി ഇത്തിരി പ്രിഫറൻസ് കൊടുക്കണ്ടേ? നിങ്ങളുടെ കാര്യങ്ങൾക്കും കൂടി ഇത്തിരി ഫോക്കസ് ചെയ്യണ്ടേ? അതിനുള്ളൊരു സമയമായിട്ട് മാത്രം ഇതിനെ കരുതിയാൽ മതി. നിങ്ങൾ തന്നെ തിരിച്ചറിയൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. മനസ്സിലായോ? എന്താ പറയുക, മോഡിഫൈ ചെയ്തെടുക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ എന്ന് യൂണിവേഴ്സിലൊക്കെ പ്രാർത്ഥിച്ച് നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ലൊരു വ്യക്തിയായി മാറുന്നുവോ, എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു നല്ലൊരു വ്യക്തിയായി മാറുന്നുവോ, ആ നിമിഷം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും. ഏതൊരു വ്യക്തിക്കും നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള ഒരാളെയല്ല ആഗ്രഹം. മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യാത്ത, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന, മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു പേഴ്സണെയല്ല ഇഷ്ടം. എനിക്കും അങ്ങനെ തന്നെയാണ്. നമ്മളെ സ്നേഹിക്കേണ്ട എന്നല്ല, എങ്കിലും നമുക്കൊപ്പമുള്ളവരെ സ്നേഹിക്കാനായിട്ടുള്ള ഒരു മനസ്സുള്ള ആ പേഴ്സണെയല്ലേ നമ്മൾ ആഗ്രഹിക്കുക. നിങ്ങളെ മാത്രം സ്നേഹിച്ചാൽ മതിയോ? അല്ലല്ലോ. നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങൾ സ്നേഹിക്കുന്നവരെയും അവർ സ്നേഹിക്കണ്ടേ? അപ്പം എന്ത് വേണം? നിങ്ങളും ആ സ്നേഹം എന്താന്ന് യൂണിവേഴ്സിന് കാണിച്ചു കൊടുക്കണം, നിങ്ങളെ തന്നെ സ്നേഹിച്ചിട്ട്. അടുത്ത കാർഡ് എന്ന് പറഞ്ഞ ബോട്ടം ഓഫ് ദി ഡെക്ക് ആണ്. കിങ്ങിന്റെ എനർജിയാണ്. അവർ ഉറച്ച തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത് നിങ്ങളിലേക്ക് വരുവാൻ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് കുറച്ച് കാർഡ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്പേഴ്സും ലെറ്റേഴ്സും ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഒക്കെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആവാം, ഏജ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടിയ ഡേറ്റ് ആവാം, അല്ലെങ്കിൽ ബർത്ത്ഡേ ആ ഡേറ്റ് ആയിരിക്കാം. അപ്പം നിങ്ങൾക്കത് വാല്യൂഡ് ആവണമെങ്കിൽ സ്വീകരിക്കുക. കുറച്ച് കാർഡ്സ് ഞാൻ എടുത്തിട്ടുണ്ട്, അതെന്തെന്ന് പറഞ്ഞു തരാം കേട്ടോ. നമുക്ക് നോക്കാം. ആദ്യത്തെ എന്ന് പറയുമ്പോൾ ലെറ്റർ എൻ ആണ്. 36, 40, letter P, E, M, H, A, 15, letter R, 6, U, 9, 16, letter T,
20, 30, ലെറ്റർ ജി. ഇത് എത്ര പേർക്ക് വാലിഡ് ആവുമെന്ന് എനിക്കറിയില്ല. ആവുന്നവർ സ്വീകരിക്കൂ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇരിക്കുന്ന ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നിങ്ങളെ തന്നെ മനസ്സിലാക്കാൻ യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു കുറച്ച് നിമിഷങ്ങളാണ്. അത് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യൂ. നിങ്ങളെ തന്നെ വിലയിരുത്തൂ, നിങ്ങളെ തന്നെ മനസ്സിലാക്കൂ. അവർ നിങ്ങളിലേക്ക് വരും. അവർ രാത്രിയിലൊന്നും അവർക്ക് ഉറങ്ങാൻ സാധിച്ചിട്ടില്ല. എത്രയോ രാത്രികൾ അവർ ഉറങ്ങാതിരിക്കുന്നുണ്ട്. എത്രയോ രാത്രികൾ അവർ വേദനിച്ചിട്ടുണ്ട്. നിങ്ങളിലേക്ക് എത്താനായിട്ട് കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും അവർക്ക് ചുറ്റുപാടുമുണ്ട്. അതൊക്കെ തിരുത്തിയിട്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും എന്ന് തന്നെയാണ് ഇവിടെ കാർഡ്സ് കാണിച്ചു തരുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട ഈ സ്നേഹവും മെസ്സേജൊക്കെയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്, എൻ്റെ വീഡിയോസ് കൂടുതൽ പേരിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നതും. അപ്പോൾ എൻ്റെ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നോട് നിങ്ങൾക്ക് പേഴ്സണലായിട്ടും മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ കൂടുതൽ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ റീഡിങ് അവസാനിപ്പിക്കാം അല്ലേ? അവസാനിപ്പിക്കട്ടെ. റീഡിങ് അവസാനിപ്പിക്കാൻ പോവാണ്. നിങ്ങളുടെ സ്വന്തം നിംസ്.